എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാനെ കുറിച്ചൊരു നല്ല ഭാവന വെക്കണോ? ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. പണ്ട് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. എന്തു പറഞ്ഞാലും കയറെടുത്ത് തൂങ്ങുകയാണ്, നരമ്പ് മുറിക്കുകയാണ്, വിഷമടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയെന്ന് തോന്നുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വരുമ്പോ, എന്തെങ്കിലും മാരകമായ രോഗമാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, കച്ചവടം തകർന്നു പോകലാകട്ടെ, അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകുമ്പോ, അല്ലെങ്കിൽ പടച്ചവനെ നാണക്കേട് താങ്ങാൻ പറ്റാതെ അല്ലാഹു തന്ന ജീവിതം അവസാനിപ്പിക്കുന്ന മുസ്ലിമേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ? ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ദിക്റെന്ന് പറയാൻ കഴിയുമോ? ഏത് ദിക്റെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. താങ്ങാൻ കഴിയാത്ത വേദനകൾ വരുമ്പോ, ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, നെഞ്ചു പൊട്ടിയിട്ട് ആരാരുമില്ലാതെ വീടിനകത്തിരുന്ന് കരയുന്ന സമയത്ത് ഈ പറയുന്ന ദിക്റൊരു 3 പ്രാവശ്യം പെങ്ങളെ നിനക്ക് പറയാ കഴിയുമോ? ഇല്ലെന്ന് പറഞ്ഞാലും മക്കളെ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്, ഈ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുമ്പോ ഭാര്യ പറയുന്ന വാക്കിതാണ്, അതാ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുമ്പോ എവിടെങ്കിലും പോയി മരിച്ചാ മതിയായിരുന്നു എന്ന് പറയുന്ന ഭർത്താവ്, അതാ കച്ചവടം തകർന്ന് ലക്ഷങ്ങളുടെ കടം വരുമ്പോ മരിക്കാ തോന്നുന്ന മുസ്ലിമേ, സമാധാനം വേണോ? പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, പറഞ്ഞോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞത് ആരെന്നറിയുമോ? ഇതാര് പറഞ്ഞ ദിക്റാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി തന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ് അവിടെന്ന് ഒഴുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ ദിക്റാ. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി പറഞ്ഞ ദിക്റാണ് പെങ്ങളെ.